എന്തെങ്കിലും ചോദിച്ചാൽ തഗ് കിട്ടുമോ? ഞാൻ അങ്ങനെയല്ല, ഞാൻ ശരിക്കും നടുക്കായിരിക്കുന്നല്ലേ? അതെ അതെ, തഗ് പറയണതല്ലേ എളുപ്പം. അങ്ങോട്ടും നോക്കാം ഇങ്ങോട്ടും നോക്കാം. ഈ തഗ് പറയുന്നത് ഒരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ട് വല്ലാണ്ട് അല്ലെ? ഇപ്പൊ എവിടെ പോയാലും മറ്റേ മിമിക്രി ആർട്ടിസ്റ്റോട് ഒരു മിമിക്രി കാണിക്കുന്നത് ഒരു തഗ് പറയുന്നത്. തമിഴിലും പോയപ്പോഴും അല്ല, ഞാൻ പറയുന്നില്ല, പക്ഷെ അതങ്ങനെ ആയിപ്പോന്നാണ്. അതെന്റെ എനിക്കറിയില്ല അതെങ്ങനെ ആയിപ്പോ. അത് നിങ്ങൾ മറ്റേ സാധനമൊക്കെ വെച്ചിട്ട് മറ്റേ മാലയൊക്കെ ഇട്ട് വിടുന്നതുകൊണ്ട് അത് തഗ്ഗാണ്. അങ്ങനെ ആയിപ്പോഴാണ്. ഞാൻ പറയുമ്പോ അത് എനിക്ക് കണ്ണടയും ഗ്ലാസ് ഒന്നുമില്ല, നോർമലായിട്ട് പറയുന്നതാണ്. പക്ഷെ ഇല്ല, ഞാൻ ശ്രീനിവാസിന്റെ ശേഷം എല്ലാവർക്കും നിഖില വിമന്റെ ഇന്റർവ്യൂ കാണാനാണ് ഭയങ്കര ഇഷ്ടം എന്ന് പൊതുവെ ഒരു പ്രശ്നമുണ്ട്. അത് ഇന്റർവ്യൂ സ്റ്റാർ മെയിൽ ഫീമെയിൽ അങ്ങനെ അവാർഡ് അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതാണോ അതോ വരുന്നതാണോ? വരുമ്പോഴാണല്ലോ നമ്മൾ ചൂസ് ചെയ്യണേ. അതുകൊണ്ട് ഞാൻ വന്നപ്പോ ചൂസ് ചെയ്തതാണ്. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് ഞാൻ പല പല കാലഘട്ടങ്ങളിൽ ചൂസ് ചെയ്തതാണ്. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് റിലീസ് വന്നപ്പോ ഈ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് എനിക്ക് എന്ത് റിലീസ് ധ്യാൻ ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഞാനാ അതുപോലെ ആഴ്ച ഇതൊക്കെ ഞാൻ കഥയെന്ന് വരെ ചെയ്തിട്ട് ഗുരുവായൂരിന് മുന്നേ ചെയ്തതാണ്. കഥയെന്ന് വരെ വാഴ ചെയ്തത് ഇതിനൊക്കെ മുന്നെയാണ്. ഗുരുവായൂരിനും കഥയെന്ന് വരേക്കൊക്കെ മുന്നെയാണ്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് റിലീസ് വരുമ്പോൾ ആൾക്കാരെ എല്ലാ സിനിമയും ഒരുമിച്ചാണല്ലോ കാണുന്നത്. നുണക്കുഴി എനിക്ക് തോന്നുന്നൊരു 4-5 മാസം മുന്നേ ചെയ്ത സിനിമയാണ്. അപ്പോൾ ഒരു 1.5 വർഷം മുന്നേ ചെയ്ത സിനിമയും 5 മാസം മുമ്പ് ചെയ്ത സിനിമയും ഒരുമിച്ച് വരുമ്പം നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് വരുന്നതുകൊണ്ട് അങ്ങനെ തോന്നുമായിരിക്കും. ഞാൻ ഇല്ല, വേറെ എക്സ്പ്രഷൻ ഉണ്ട് എനിക്ക് 2-3-4-5 ഉണ്ട്. ഇതിലെ ക്യാരക്ടർ ഞാൻ പറഞ്ഞു, എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ വരദയൊക്കെ ആണെങ്കിലും ഒരു പ്രോപ്പർ ലവ് സ്റ്റോറി അല്ല, അവിടെ ഇവിടെയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിലൊരു പ്രോപ്പർ എനിക്കൊരു പ്രോപ്പർ ലവ് സ്റ്റോറി ഉണ്ട്. എനിക്ക് അത് എല്ലാരെയും മൾട്ടിപ്പിൾ കണ്ട ആരായിരിക്കും? അല്ല, അയ്യേ പറ്റിച്ചേ, തെറ്റിദ്ധരിപ്പിക്കാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ മൾട്ടിപ്പിൾ ലവ് സ്റ്റോറി ഉള്ളത്. അതെ, മൾട്ടിപ്പിൾ ലവ് സ്റ്റോറി. ഒരാളെ പ്രേമിക്കാം, 2 ആളെ പ്രേമിക്കാം, 3 ആളെ പ്രേമിക്കാം, അങ്ങനെ ഒരു പ്രായത്തിൽ മൂത്താളെ പ്രേമിക്കാം, ഇളയാളെ പ്രേമിക്കാം, അങ്ങനെ എല്ലാം ഉണ്ട്. പല തരത്തിലുള്ള പ്രണയം. അങ്ങനെ ഒരു പ്രണയമാണ് എൻ്റെ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രണയം ചെയ്തിട്ടില്ല. വെറൈറ്റി ഇല്ലേ? 2-3 പേരെ പ്രേമിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ 2-3 പേരെ പ്രേമിക്കാം എന്താ പറയുന്നത്? പൊതുവെ അനുശ്രീനെ കാണുമ്പോ എല്ലാരും 2-3 പേരെ പ്രേമിക്കാൻ തോന്നുന്നു. അനുശ്രീയെ കാണുമ്പോഴല്ല, അനുശ്രീ ചെയ്ത ക്യാരക്ടേഴ്സ് കണ്ടിട്ട് ഞാനല്ല. അതെ അതെ, അത് മറന്നുപോയി എല്ലാരും ചോദിക്കുന്ന അനുശ്രീനെ മറന്നുപോയി അനുശ്രീയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിക്കല്ലോ. തേപ്പ് എന്ന് പറയുന്നത് ഇതിലെ ക്യാരക്ടർ എന്താണ്? ഇതില് ഞാൻ തേച്ചിട്ടില്ല എന്തായാലും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ തേപ്പ് ആയിരുന്നോ അല്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ്. അതെ, ഇനി കാരണം തേപ്പെന്ന് പേര് കിട്ടിയ മഹേഷിന്റെ പ്രതികാരം ചെയ്യുമ്പോൾ പോലും ഞാൻ അത്രയും വലിയൊരു തേപ്പാന്ന് അറിഞ്ഞിരുന്നില്ല. റിലീസായി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഇത്രയും വലിയ തേപ്പായിട്ടാണോ ആൾക്കാർ കണ്ടത്, എന്താ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാഞ്ഞതെന്നാണ്. ഇല്ല, ഞാൻ എന്റെ അതെ അതാർക്കും പറയാനില്ല. മഹേഷിന്റെ അടുത്ത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അത് മഹേഷേട്ടന്റെ അടുത്തും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മഹേഷേട്ടന് സന്തോഷമായിട്ടുള്ളൊരു വേറൊരു ജീവിതം കിട്ടും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, അത്രേ ഞാൻ ചെയ്തുള്ളൂ. ഇതിലെന്തായാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന പോലെ നസീമ എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നസീമയും ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ അവളും ആ പ്രണയത്തിന്റെ ഇടയിൽ കൂടെ ആ വഴിയിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് എന്റെ ക്യാരക്ടർ. ഒരുപാട് കണ്ടപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന 2 കഥാപാത്രങ്ങൾ ഇനി 2 അറ്റത്തിരിക്കുന്നത് പോലെ. നിങ്ങളുടെ പോസ്റ്ററിലാണെങ്കിലും നിങ്ങളുടെ ഫേസിൽ എന്തൊക്കെയോ അത് ഞാൻ കാണും, നിങ്ങൾ കാണാത്ത കാണും. നിങ്ങൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. അല്ല, ഒരു പ്രണയമാണ് എന്നുണ്ടെങ്കിലും ഒരു ഫേസിലൊരു ഹാപ്പിനെസ് അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഈ പോസ്റ്ററിലാണോ? അതെ, കുറച്ചുകൂടെ വാരി വിതറിക്കൂടായിരുന്നു ഹാപ്പിനെസ്.
ശരിക്കും അനു ഇതുവരെ ചെയ്തതിൽ അനുമോഹൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തന്നെ ഉള്ള ക്യാരക്ടറാണ്. കാരണം വെച്ചാൽ അതൊന്ന് മിണ്ടിക്കോട്ടെ. കുറെ നേരം ഉണ്ടായിരുന്നു. നീ പറയണം. അത് ശരി. അല്ല, വിഷ്ണു പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനകത്ത് അങ്ങനെ ലവ് സ്റ്റോറീസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ വെറുതെ ഒരു പ്രണയമല്ല ഈ സിനിമയിൽ പറയുന്നത്. എല്ലാ പ്രണയങ്ങൾക്കും ഒരു ഭയങ്കര ഇൻറ്റൻസ് ഉണ്ട്, ആ ഒരു തീവ്രത ഇത്തിരി കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് പ്രായത്തിലുള്ളവർക്കും ഇതിൻ്റെ ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ അവർ ചിലപ്പോൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉള്ളതുപോലെ തോന്നും. കഥാപാത്രം എന്റെ കഥാപാത്രത്തിന് പേരില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. പിന്നെന്താ, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവം ഒരു മനുഷ്യൻ. ഇതിനു മുമ്പും ലവ് സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് മൂവീസ് ആണെങ്കിലും എല്ലാം ലവ് സ്റ്റോറീസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്ത് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് എന്തായിരിക്കും ഈ ഒരു ക്യാരക്ടറിന്? പ്രണയം എപ്പോഴും സിമിലർ ആണ് എന്ന് പറയുമെങ്കിലും അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ള അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. ഈ കഥയില് ഞാൻ പ്ലേസ്ഡ് ആവാന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് എനിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വളരെ നല്ല കാസ്റ്റിന്റെ കൂടെ, നല്ല ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു സ്പേസിലാണ് ഞാൻ അതിനകത്ത് പ്ലേസ്ഡ് ആയത്. പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകതരമായിട്ട് അങ്ങനെ എനിക്കൊന്നും പറയാമോ എന്ന് എനിക്ക് അറിയില്ല. ഡയറക്ടർ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ലൊരു ക്യാരക്ടർ പറയാൻ പറ്റുന്ന എന്തൊക്കെ ഒരു ഡിഫറൻസ് ആയിരിക്കും. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളെല്ലാവരും ഓക്കെ, ലവ് സ്റ്റോറി നമ്മളെല്ലാവരും ഉള്ളിലുണ്ടാവും ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിരിക്കും. ആദ്യം പ്രേമിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് അവർ ഒന്നിക്കുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന, അതിനിടയിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ, അതൊക്കെയാണ് ഒരു ലവ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാം ഉള്ളിൽ ആദ്യം വരുന്നത്. അപ്പോ ഇതുവരെ കുറെ ലവ് സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. ഒരു മേജർ ഡിഫറൻസ് ഈ ഒരു ക്യാരക്ടറിന് എന്തായിരിക്കും പറയാനായിട്ടാണ്? എല്ലാ പ്രണയം പോലെ തന്നെ ഇയാളുടെ പ്രണയം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അത്ര എനിക്കിപ്പോ പറയാൻ പറ്റുമോ? ഒരു കാര്യം മാത്രം, ഈ സിനിമയിൽ തേപ്പില്ല. അതെന്തോ കൊള്ളിച്ചു അതൊക്കെ ഒരു തേപ്പാണ്. അതെ, ഞങ്ങൾ ആരും തേപ്പ് കൊടുത്തിട്ടോ വാങ്ങിയിട്ടോ ഇല്ല. പിന്നെ നിങ്ങൾക്കിത് കാണുമ്പോ തേപ്പായിട്ട് ഫീൽ ചെയ്തെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഡിസ്ക്ലൈമർ നമുക്ക് ഇട്ടേക്കാം. ഈ സിനിമയിൽ നോക്കുമ്പോഴത്തേക്കും നിഖിലേന്റെ ക്യാരക്ടർ കുറച്ചൊരു ഡാൻസർ, ഒരു ഫീൽഡില് വേറൊരു സ്ഥലത്തും, അതുപോലെ അനുശ്രീനെ നോക്കുമ്പോ സ്വെറ്റർ ഒക്കെ ഇട്ട് ഞങ്ങൾ 3 പേര് സെറ്റർ ഇട്ടിട്ടുണ്ട്. അതെ, ഹക്കീം, ഞാന്, അനുശ്രീ. ഇവരെ രണ്ടുപേരെയും പറഞ്ഞു. അവര് 3 പേര് ഒരു സ്ഥലത്തും ഞങ്ങൾ 3 പേര് വേറെ സ്ഥലത്തും. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ബീച്ചാണ് നോക്കി ചിരിച്ചണിച്ച്. ശരിയെന്നാ ഞാനങ്ങോട്ട് കഥ 3 സ്ഥലങ്ങളിലായിട്ടാണ്, 3 ലവ് സ്റ്റോറീസ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ 3 പെയറിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇനി അല്ലെന്ന് അങ്ങനല്ല. എന്നാലും ഒരു ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നല്ലേ, നമ്മൾ സ്വാഭാവിക ഒരു ട്രെയിലർ ഉണ്ടാക്കാന്ന് വെച്ചാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ട്രെയിലർ ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ഇത് ഇന്റർവ്യൂ ആണോ ട്രെയിലർ ഡീകോഡിംഗ്? രണ്ടും 2 in 1. അപ്പൊ ഇത് 2 സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നതാണോ സയാം? അല്ല, അങ്ങനെ കഥ നടക്കുന്നത് നമുക്ക് അങ്ങനെ ഇന്ന സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. കഥ ഇതിനകത്ത് ലൊക്കേഷൻസ് പലതുണ്ട്. ഇപ്പൊ ജോഗ്രഫിക്കൽ ടെറൈൻ 4 ജോഗ്രഫിക്കൽ ടെറൈൻ ഈ സിനിമയിലുണ്ട്. ഹൈ റേഞ്ച് ഉണ്ട്, ബാക്ക് വാട്ടർ, ആലപ്പുഴ അങ്ങനത്തെ ഉണ്ട്, ഗ്രാമമുണ്ട്, സിറ്റി ഉണ്ട്, എല്ലാ സ്ഥലങ്ങളുണ്ട്, കടലും പുഴയും മലയും എല്ലാം വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ കഥ നടക്കുന്നത് പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ്. ഇവരിങ്ങനെ ചോദിച്ചു എനിക്ക് സംശയം, ഞാൻ ചോദിച്ചോട്ടെ, പച്ചക്കളർ പൂക്കളൊക്കെ വലിയ റെഫറൻസ് ആണോ? പ്രണയം പൊട്ടിട്ട് വിരിയുന്നതാണോ? ചെമ്പരത്തിയ സിനിമ കണ്ടു കഴിയുമ്പോ പോസ്റ്റർ വരെ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി ചെയ്യാം, എപ്പടിയാണ് ശേഷം ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി ചെയ്യാം എന്ന് തോന്നിയ എന്തായാലും ഒരു റീസൺ ഒക്കെ മേപ്പടിയാണ്, അതോ അതിന് മുമ്പേ ഈ ഒരു കഥ മനസ്സിലുണ്ടായിരുന്നോ? മേപ്പടിയാണ് ശേഷം വേറെ സിനിമയാണ് ചെയ്യാനിരുന്നത്, അനൗൺസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പം അങ്ങനത്തെ ജോണിൽ അങ്ങനെ വേറെ പല കാരണം കൊണ്ട് ആ സിനിമ അപ്പോൾ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു, മാറ്റി വെച്ചു. അതിനുശേഷം ഈ സിനിമ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഈ കഥ, ഈ ഒരു സാധനം സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് പക്ഷേ
പിന്നെ എപ്പോഴെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ വെച്ചിരുന്നത്. പിന്നെ കുറച്ച് ഇത് പെട്ടെന്ന് മാറി ഇങ്ങനെ വന്ന സമയത്ത് നമ്മൾ അടുത്ത എന്ത് ചെയ്യുന്നത്, ഇപ്പം പ്രത്യേകിച്ച് സെക്കൻഡ് മൂവി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എനിക്ക് കോൺഫിഡൻസ് ഉള്ള, എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ള, പിന്നെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സിനിമ നിലയിലാണ് ഇത് തിരഞ്ഞെടുത്ത് നമ്മളിത് ചെയ്തത്. വൈ ലവ് സ്റ്റോറി? ബിക്കോസ് ഒരുപാട് പ്രണയ സിനിമകള് മലയാളത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതിലല്ലേ കൂടുതൽ ഒരു മേജർ കമ്പാരിസൺ വരാം. ഇപ്പൊ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു പ്രണയ സിനിമ ഒക്കെ നമ്മൾ കണ്ടിട്ട് ഇത് കാണുമ്പോ കുറച്ചും കൂടി ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പാരിസൺ കൂടുതൽ ചാൻസ് ഉള്ള ഒരു സബ്ജക്ട് അല്ലേ ലവ് സ്റ്റോറീസ്? ഇപ്പൊ ചോദിച്ചില്ലേ, അത് തന്നെയാണ് അതിന്റെ ആൻസർ. അതായത് ഒരുപാട് പ്രണയ സിനിമ വന്നില്ലേ, അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അത് തന്നെയാണ് കാരണം. അതിലിങ്ങനെ ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോ ബിജു ചേട്ടനാണെങ്കിലും മേറ്റിൽ ദേവിക ആണെങ്കിലും ഇവരെ എല്ലാവരും ആണെങ്കിലും ആ ഒരു പ്ലേസ്മെന്റ്സ് ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ്? അത് നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാസ്റ്റിംഗ് എന്ന ഘട്ടത്തിലേക്ക് കടന്നപ്പം അതിന് ആപ്റ്റായിട്ടുള്ള ആളുകൾ, ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ഓരോ ക്യാരക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യില്ല, ഇങ്ങനെയാണ് ആ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെപ്പോഴാണ് നോക്കുക റെഫറൻസ് ഒന്നെങ്കിലും നമുക്ക് ഇതിന് മുമ്പ് നമ്മൾ കണ്ട സിനിമകളിൽ ഈ ആർട്ടിസ്റ്റുകൾ ചെയ്ത കഥാപാത്രങ്ങൾ നോക്കും. അപ്പോൾ അവർ നമുക്കതിന് മാച്ച് ആവുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകൾ നോക്കും. ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഹക്കീമിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഹക്കീമിന് ഞാൻ പ്രണയവിലാസം കണ്ടപ്പോഴാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കത് കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ കാസ്റ്റ് ചെയ്തു. ഇവർ ഓരോരുത്തരെയും പ്ലേസ് ചെയ്യുന്ന ആ ഒരു എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് ഉണ്ടാവല്ലോ, ഓക്കെ ഇവര് ഇതിന് കറക്റ്റ് ആയിരിക്കും എന്താണ്, ഇവര് 4 പേരിലും എന്തൊക്കെയായിരിക്കും? ഡയറക്ടർ തന്നെ പറയട്ടെ, ഇവര് 4 പേരിൽ എന്താ? അല്ല, അങ്ങനെ ഒരു പ്രത്യേകത കണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഹക്കീമിന്റെ ഇപ്പൊ പ്രണയവിലാസം കണ്ടപ്പോൾ ആ കഥാപാത്രം ചെയ്തിരിക്കുന്ന ഒരു രീതി നമുക്ക് ആ കഥാപാത്രം ചെയ്യാനുള്ളതായിട്ട് കുറെ ആപ്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റും. പുള്ളിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് തോന്നി. അതൊന്ന്. 2, ഇപ്പം അനുമോഹനെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നോക്കിയപ്പം പല ആർട്ടിസ്റ്റുകൾ നമ്മൾ നോക്കിയപ്പം അനു ചെയ്തിട്ടില്ലാത്തൊരു സാധനം, ഇപ്പോൾ നമ്മളൊരു സാധനം ചെയ്യിക്കുമ്പോൾ അതിനൊരു പുതുമ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ആ രീതിയിൽ നോക്കിയപ്പം ഇപ്പം ഞാൻ മേപ്പടിയാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണി അതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം എന്ന നിലയിലാണ് ഉണ്ണി വെച്ചത് നമ്മൾ ചെയ്തത്. അപ്പം അതേപോലെ ഇപ്പം അനുമോഹനെ നോക്കുമ്പോൾ അനുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളിതിനകത്ത് ഏതെങ്കിലും ഒരു സീൻ വന്ന് കാണുമ്പോൾ തന്നെ ഇതുവരെ അനു ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ആ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും. പിന്നെ 2, എനിക്ക് അനുശ്രീയും നിഖിലയും നേരത്തെ പരിചയമുള്ള അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈസി ആക്സസ് ഉള്ള ആൾക്കാർ എന്ന നിലയിൽ നമ്മൾ ആ കഥാപാത്രം ചെയ്യാൻ ആപ്റ്റാണെന്ന് തോന്നിയപ്പോൾ അവരെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ വന്നു. പിന്നെ മേതിൽ ദേവിക, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് ഇതിനകത്ത് വന്ന ഒരാളാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 40+ ഏജുള്ളൊരു ആളെ ഇതിനകത്ത് നമുക്ക് വേണമായിരുന്നു. അപ്പോൾ സിനിമാ നടി അല്ലാത്ത എന്നാൽ ആളുകൾ അറിയുന്ന ഒരാൾ, ഒരു പബ്ലിക് ഇമേജുള്ള ഒരാളെ കിട്ടിയാൽ നല്ലതാണെന്ന് വിചാരിച്ച് കുറേ ഓപ്ഷൻസ് ആലോചിച്ചപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ഓപ്ഷനായിട്ട് പുള്ളിക്കാർ വെച്ചു. പക്ഷേ പുള്ളിക്കാരോട് സംസാരിച്ചപ്പോൾ അവർ ആദ്യം തന്നെ എല്ലാം കേട്ടും ഒക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും പടം ചെയ്യുന്നില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി. പിന്നെ ഒരു 1.5 വർഷത്തോളം ഞാനിങ്ങനെ പുള്ളിക്കാരെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഒരു ചെറിയ വന്ന് അങ്ങനെ ഇതായത്. അങ്ങനെ കാസ്റ്റിംഗ് എല്ലാം ആ തരത്തിലാണ് വന്നത്. ബീച്ചേട്ടനെ ഇതുപോലെ തന്നെ. ബീച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ആക്ച്വലി പോയിട്ട് ഞാനും നമ്മുടെ കോ പ്രൊഡ്യൂസർ ഹാരിസ് കെയും കൂടെ പോയത് ഒരു സിനിമ ഷൂട്ട് എടുക്കുന്ന ലൊക്കേഷനിൽ പോയി. അപ്പോൾ അവിടെ ചെന്ന് പറയാൻ നേരത്ത് പുള്ളി ഇപ്പോൾ പറഞ്ഞിങ്ങനെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് കേൾക്കട അത് കഴിയിട്ടെന്ന്. അപ്പോൾ ഏകദേശം 10-40 ദിവസം പിന്നെ ഷൂട്ടുണ്ട്. അപ്പം എങ്ങനെ ഒരു 2 മാസം കഴിയാതെ പിന്നെ അത് നടക്കില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ വെറുതെ കാര്യം പറഞ്ഞ് അവിടെ 2 മിനിറ്റ് നിന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ചെറിയ ഒരു 1 ലൈൻ പോലെ ചുമ്മാ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അപ്പം തന്നെ അത് ചെയ്യാമെന്ന് പറയായിരുന്നു. അങ്ങനെയാണ് പോസ്റ്റർ ഡീകോഡ് ചെയ്യുന്നതാണോ? കുറെ നേരമായിട്ട് ഇവിടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ആ പോസ്റ്ററിലേക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അതെന്താണ് അറിയാമല്ലോ. എന്നിട്ട് ഡീകോഡ് ചെയ്ത് എവിടെ വരെ എത്തി? പറയൂ, എന്താണ് അതിന്? അതൊന്നും എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ നേരത്തെ തഗ് ഭയങ്കര ഒരു ബാധ്യതയാവുന്നുണ്ടോ എന്ന് ചോദിച്ചതുപോലെ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ചോദിച്ചത് ഇതിനകത്ത് ഞാൻ ആരെങ്കിലും തേക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമോ മനസ്സിൽ? അതും ഒരു ബാധ്യത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇനിയാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഒരു തേപ്പ് ആപ്റ്റാണെന്നുണ്ടെങ്കിൽ ചെയ്യുക തന്നെ ചെയ്യും. അല്ലാണ്ട് ആൾക്കാരെന്ത് വിചാരിക്കും എന്നോർത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടറിനെ ചൂസ് ചെയ്യാനോ സിനിമ ചൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ. സോ സിനിമയ്ക്ക് ആവശ്യമായത് ഇനിയും തേപ്പുകളാണെങ്കിൽ ഞാൻ ഇനിയും തേക്കും. ഇതിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു പാവം ഒരു മുസ്ലിം ഗേൾ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. കണ്ണിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? ഇല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പാവം
ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു കുട്ടിയാണ്, ഒരു നാട്ടിൻ പ്രദേശത്ത് താമസിക്കുന്ന, അവളുടെ കാര്യങ്ങൾ നോക്കി ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കുട്ടി. മുസ്ലിം ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നിഷ്കളങ്ക ആയതുകൊണ്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല എന്നല്ലേ നീ ഉദ്ദേശിക്കണേ? കൂടിപ്പോയിട്ട് കുറയ്ക്കാൻ പറയുന്നത് അത്ര വേണ്ടെന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കണ്ണുകളാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കണ്ണിന് കുറച്ച് ഇമ്പോർട്ടൻസ് അവിടെ എവിടെയൊക്കെയോ ജോമോൻ ചേട്ടൻ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത, അങ്ങനെ അതിമനോഹരമായിട്ടുള്ള, എനിക്ക് കഷ്ടപ്പെട്ട് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ചെയ്തിട്ടുള്ള മൂവിയാണെന്നോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ കണ്ടു കഴിയുമ്പോൾ ആർക്കും ആ ക്യാരക്ടറിനോടൊരു ദേഷ്യമോ അങ്ങനെയൊന്നും തോന്നില്ല. ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. ഇതുവരെ റൊമാൻസ് അധികം ചെയ്തിട്ടില്ലാത്ത ഒരു ജോണറാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു കഥ കേട്ടപ്പോ അതായിരുന്നു ആദ്യം ഞാൻ ഇത് ചെയ്യാമെന്ന് തോന്നിയ ഒരു ഫാക്ടർ? അതെ അതെ, വിഷ്ണു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോൾ എനിക്കത് വായിച്ചപ്പം അത് ഫസ്റ്റ് നമുക്ക് അതാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പം അത് ഭയങ്കര വർക്കായി. പിന്നെ ഈ പറയുന്ന പോലെ ടീം, ഒരുപാട് സുഹൃത്തുക്കൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പോൾ അനുശ്രീയായിട്ട് ഞാൻ ചെയ്യുന്ന 2ാമത്തെ സിനിമയാണ്, ബിജുചേട്ടനോട് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. വിഷ്ണുവും ഹക്കീമും ഒക്കെ ലിങ്കിലായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ഇവരെയൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ടും നല്ലൊരു ടീം ആയതുകൊണ്ടും ജോമോൻ്റെ ചേട്ടൻ്റെ കൂടെ 2ാമത്തെ സിനിമ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു നല്ലൊരു സിനിമ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. പിന്നെ നല്ല കഥ ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ തന്നെയാണ് കമ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൽ ആരൊക്കെ ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട്? എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഇല്ലാതെ കഥ മുന്നോട്ട് പോകില്ലല്ലോ. എന്നാലും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഒന്നും പറയാൻ പറ്റില്ല. ഒരാൾക്കാർക്ക് ഏകദേശം എല്ലാവർക്കും ഈക്വലായിട്ടൊക്കെ ഉണ്ട്. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തരെ മീറ്റ് ചെയ്യുന്ന പോലെ. അതാണ്. ഓക്കെ. ഇതില് നോർമലി ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര തഗ്ഗൊക്കെ പറയുന്ന ആളാണെന്നില്ല. സെറ്റിലും ഇങ്ങനെ തഗ് പറയുന്ന ആളാണ്. അതിനൊരു അവസരം കൊടുത്തിട്ടില്ല ഞങ്ങള്. കൂടി 4ാമത്തെ ഇന്റർവ്യൂലാ കണ്ടത്. സെറ്റില് നിങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് പല പല സ്ഥലങ്ങളിൽ നിങ്ങൾ പല പല സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഈ ഒരു കുറച്ചും കൂടി ലൈഫ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള ഒരു സ്പേസ്. ഞാൻ തലയാട്ടമാണെന്ന് എനിക്ക് മനസ്സിലാവും. നീ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കാം. ഞാൻ 10 മിനിറ്റ് ഇന്റർവ്യൂ പോകേണ്ടി വരും. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സിനിമ ഞങ്ങൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥയും ഞങ്ങളുടെ അവസ്ഥയൊക്കെ എന്താന്ന് വെച്ചാൽ തേങ്ങയ്ക്കാണ് ഞങ്ങൾ ഇന്റർവ്യൂ വേണമെന്നൊക്കെ തോന്നുന്നു. സിനിമ വരുന്നുണ്ട്, അത് ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഞാനിങ്ങനെ എന്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് അതുകൊണ്ടാണ് വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറയുമ്പം എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ചാൽ ഒപ്പിയെടുത്തോന്ന് പറയാനാണ് ഞാൻ അങ്ങനെ നോക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 കാര്യങ്ങളുണ്ട്. കഥ ഇന്ന് വരെ സെപ്റ്റംബർ 20. പുള്ളി ഉറക്കത്തിൽ ഇപ്പൊ അതാ പറയുന്നത്. അങ്ങനെയല്ല, ഇതിപ്പോ ഞാനിരുന്നിട്ട് ഞാനിങ്ങനെ എന്റെ കൈയൊക്കെ തൊട്ട് നോക്കി അറിയാം. ഈ കൈയൊക്കെ തണുത്ത ദേവി ചോദ്യം തീർന്നു. ഇവരാണെങ്കിൽ മിണ്ടൊന്നുമില്ല. റാപ്പിഡ് ഫയർ ഒന്നുമില്ല. വേറെ എന്തെങ്കിലും എന്റർടൈൻ. അതാ ഈ പടത്തിന് അത് വേറെ വഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നീറ്റില് വരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊറേ ക്വസ്റ്റ്യൻ ആയിട്ട് ചെന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു പ്രമോഷൻ ആണ് എന്നെ ഇരുത്തേക്കണെന്ന്. അതുകൊണ്ട് ഞാൻ ഇത്തവണ അങ്ങനത്തെ ക്വസ്റ്റ്യൻ എല്ലാം ഒഴിവാക്കിയിട്ട് നീ 10 മിനിറ്റ് മുന്നേ ചോദിച്ചത് ഞാൻ പറഞ്ഞു 4 റാപ്പിഡ് ഇതിനു വേണ്ടി മാത്രമുള്ള ചോദ്യമായിട്ട് വന്നപ്പോ നിന്റെ കയ്യിൽ റാപ്പിഡ് ഫയർ ഒന്നും ഇല്ലെന്ന് വളരെ മോശമായി പോയി. എന്തായാലും കഥ ഇന്ന് വരെ എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. സിനിമാ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ ചെയ്ത സിനിമാ കഥകളിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഏത് സിനിമയുടെ കഥയായിരിക്കും? ഇപ്പൊ ഇരുന്നുണ്ടാക്കിയത് എന്നെ കൊണ്ട് ആരും ഒന്നും വേണ്ടതില്ല. കൃഷ്ണാട്ടനെ ഞാൻ പറയട്ടെ, ഏപ്പടിയാ എന്റെ ഞാൻ പറയട്ടെ. അരവിന്ദന്റെ അതിഥി. തീവ്രം പറയട്ടെ. തീവ്രം ഒരുമാതിരി ഗ്രൂപ്പ് പ്രോജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഏതായിരിക്കും? കേട്ടിട്ടില്ല അല്ലേ? എനിക്കറിയാലോ. അത് പറഞ്ഞിട്ട്
എന്തായാലും അവിടെ ആയിരിക്കും ക്യാമറ ഉണ്ടാവും, അവിടെ ഞാൻ എന്ത് എക്സ്പ്രഷൻ ഓക്കെ. മേപ്പടികൾ ഇവിടെ അതെന്നെ ഭയങ്കര ഫേവറേറ്റ് ഫിലിമാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് എന്റെ ഫോണിൽ ഇട്ടേക്കുന്ന അത് നിഖില പറഞ്ഞതല്ല, തന്നെ കൂടെ പറയിപ്പിച്ചതാ. ആണോ? ഓക്കെ. അല്ല അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ നീ മനസ്സിലാക്കിയിരിക്കുന്നു. അത് കൺഗ്രാറ്റുലേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ ആയതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമാണ്. അത് ഏതോ ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഗസ് ചെയ്തത്. അതുകൊണ്ട് ജോ ആൻഡ് ജോ ഉണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അതെന്തായാലും കമ്പാക്ട് ഞാൻ ഇവിടെ പോയിട്ടില്ല. ഇല്ല, അതിപ്പോ ഡയമണ്ട് നെക്ലേസ് തന്നെ ആയിരിക്കും. അത് കാരണമാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ സീസണിൽ ഓരോന്നായിരുന്നു തോന്നുന്നു. ഇപ്പം ഡയമണ്ട് നെക്ലേസ് ചെയ്തിട്ടാണെങ്കിലും പിന്നീട് ഒരു ഹൈപ്പ് തന്നത് ഇതിഹാസ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഞങ്ങൾക്ക് ഫ്ലോപ്പ് വരുമ്പോൾ ഞങ്ങൾ ഫ്ലോപ്പ് നായികയും ഇടയ്ക്കിടയ്ക്ക് ഒരു മൈൽ സ്റ്റോൺ ഇടയ്ക്കിടയ്ക്ക് ഓരോ സീസൺ അനുസരിച്ച് ഞങ്ങൾക്ക് വരും. ഒരുപാട് ഫ്ലോപ്പ് വന്നിട്ടില്ലല്ലോ. ഇല്ല, വരുമ്പോഴാണ് നമ്മളത് ഫ്ലോപ്പ് പെട്ടെന്നാണ് അതെ, ഭാഗ്യനായിക എന്ന് എല്ലാരും പറഞ്ഞത് അങ്ങനെ പറയില്ല. ഭാഗ്യനായിക എന്ന് പറഞ്ഞത് അരവിന്ദന് ശേഷം ലവ് 24 കഴിഞ്ഞ പിന്നേരും ഭാഗ്യനായിക എന്ന് വിളിച്ചത്. ഏതായിരിക്കും ഇത് തന്നെ തീവ്രം, അയ്യപ്പനും കോശിയും ഉള്ള സിനിമകളൊക്കെ. ലൈഫിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ, ഒരു കഥ ഇന്ന് എന്റെ ലൈഫിലെ കഥ ഇന്ന് വരെ അതിൽ എനിക്ക് ഏറ്റവും ഇതാണ് എന്റെ ലൈഫിൽ ഒരു ടേണിങ്, ഒരു ഹൈപ്പ് തന്നത് അല്ലെങ്കിൽ ഒരു ടേൺ ഓവർ എനിക്ക് ഇതായിരുന്നു എന്ന് തോന്നുന്നത് ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഏതായിരിക്കും, സിനിമയിലേക്ക് വന്നതല്ലാതെ? എൻ്റെ അച്ഛൻ മരിച്ചത്. ഓക്കെ. എനിക്കത് ഭയങ്കര വേറെ ലെസണായിരുന്നു. ഡാക്കില്ല അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാത്തോണ്ടാണ്. അതെ, ഇവിടെ നിന്ന് ഞങ്ങൾ എന്തും പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അച്ഛൻ മരിച്ചപ്പോ ചിരിച്ചെന്ന് പറഞ്ഞാൽ അല്ല, ഞങ്ങൾ ഓൾവേസ് പ്രിപ്പയർ ആണ്. നിഖിലാണ് വരുന്നത്, അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നീ റെഡി ആയിക്കോ, ചിലപ്പോ എന്തെങ്കിലും തഗ് കിട്ടും, ചിലപ്പോ എന്തെങ്കിലും തിരിച്ച് മറുപടി കിട്ടും, അതിന് റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. പക്ഷെ പ്രൊഡ്യൂസർ മിക്കവാറും ഇതോടുകൂടി എന്റെ അടുത്ത് നീ നാളെ വരണ്ടാന്ന് പറയും, കാരണം ആരും ഒന്നും വിടില്ല. അത് എന്റെ കുഴപ്പമല്ല, നല്ലോണം മിണ്ടുന്നുണ്ട്. എന്തായിരിക്കും? അല്ല, അങ്ങനെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇത് ഞാൻ പലതും മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സംഭവമൊന്നും ഇതുവരെ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ തട്ടിയും തടഞ്ഞും ഒക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളൂ. ഇല്ല എന്നല്ല ഞാൻ പറയണത്, അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു ടേണിംഗ് പോയിന്റ് ഒന്നും ഇതുവരെ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പാഠങ്ങൾ പഠിക്കും. അതെ, ഇടയ്ക്കിടയ്ക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, അനുഭവങ്ങൾ പാളിച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു വലിയ ഇൻസിഡന്റ് ഇന്ന് ഓക്കെ, ഇത് വേറൊരു ലെസൺ ആണ്. അങ്ങനെ ഭയങ്കര ഒരു വലിയ പാഠത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഇവിടെയൊക്കെ എന്തൊക്കെയായിരിക്കും? ഇത് വന്നതുകൊണ്ട് ഇതൊക്കെ തന്നെ, അതൊക്കെ തന്നെ ഞങ്ങൾ സാധാരണ ആൾക്കാരല്ലേ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇത് എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഇന്നത്തോടുകൂടി ഈ മൈക്ക് കൊടുത്തു എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ഇന്നത്തെ ഇന്റർവ്യൂ ടേണിംഗ് പോയിന്റ് ഇങ്ങനെ പോവാണെങ്കിൽ ഇന്നത്തോടുകൂടി ആയിരിക്കും. ദൈവമേ, വേറെന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെടുക്കേണ്ടി വരുന്നല്ലേ? അതെ, വക്കീല. അത് ഫുൾ ടൈം അതെ, കരുനാക്ക. എനിക്ക് സന്തോഷമായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ടുള്ള കഥകളും നന്നായിട്ട് വരട്ടെ.